നഴ്സിംഗ് കോളേജിലെ ഭീഷണി വിവാദത്തിൽ CPM-ന്റെയും CV വർഗീസിന്റെയും വാദം പൊളിയുകയാണ്. പാർട്ടി ഓഫീസിൽ നടന്നത് മുൻകൂട്ടി നിശ്ചയിച്ച യോഗമാണ് എന്നത് വ്യക്തമാകുന്നു. തെളിവ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് അയച്ച കത്ത് പുറത്തുവന്നു. താൻ യോഗം വിളിച്ചിട്ടില്ല, വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കളും തന്നെ കാണാൻ എത്തിയതാണ് എന്തായിരുന്നു CV വർഗീസിന്റെ വാദം. അപ്പൊ ഇങ്ങനെ ആലോചന വെച്ചവരെന്നുള്ള രൂപത്തിൽ നമ്മളെ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ ഈ സൗകര്യങ്ങളുണ്ട്, നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇപ്പോൾ വന്നല്ലോ കോൺഗ്രസിന്റെ പ്രതിയായിട്ടുള്ള രാജി. അവർ ഈ വിഷയം തീർക്കാതിരിക്കാൻ പറ്റുന്നൊരു നിലപാടാണ് ആ യോഗത്തിലെടുത്തത്. ഹോസ്റ്റൽ വാടകയൊന്നും ഞങ്ങൾ കൊടുക്കൂല, അത് വേണമെങ്കിൽ സർക്കാർ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നിയമം ഉണ്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ നിയമം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുക, അങ്ങനെ സാധ്യത എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു ശരിയാ, ഇവര് PTA-യും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ PTA പിന്നെ പരമാധികാര സഭയാണോ എന്ന് ഞാൻ ചോദിച്ചു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേർന്നില്ല. ജെയിൻ, CPM-ന്റെ വാദം പൊളിയുന്നു, ജില്ലാ സെക്രട്ടറി പറഞ്ഞ അവകാശവാദം എല്ലാം പൊളിയുകയാണ്. ഈ സർക്കാർ കാര്യങ്ങളൊക്കെ പാർട്ടി ഓഫീസിൽ ഇരുന്ന് യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട സ്ഥിതിയാണ്. എന്താണ് ഇടുക്കിയിലെ പാർട്ടിയുടെ വിചാരം? അവിടെ സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വാദം പൊളിക്കുന്ന എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? രതീഷ്, പ്രധാനമായിട്ടും CPM ജില്ലാ സെക്രട്ടറി അവകാശപ്പെട്ടിരുന്നത് താനൊരു യോഗം വിളിച്ചതല്ല, അല്ലെങ്കിൽ നടന്നതൊരു യോഗമല്ല. ഈ കോളേജ് അധികൃതരും അതോടൊപ്പം തന്നെ PTA വിദ്യാർത്ഥി പ്രതിനിധികളെല്ലാവരും കൂടി രാവിലെ തന്നെ പാർട്ടി ഓഫീസിൽ കാണാൻ വന്നതാണ് എന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ശരിയല്ല. ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് 3 ദിവസം മുമ്പ്, അതായത് 18-ാം തീയതിയാണ് യോഗം നടന്നത്. പക്ഷെ 15-ാം തീയതി തന്നെ ഈ യോഗം നിശ്ചയിച്ചിരുന്നു. അത് CPM ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് യോഗം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കത്ത് നമ്മൾ പുറത്തുവിടുകയാണ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ വെച്ചാണ് കുട്ടികൾക്ക് നേരെ ഭീഷണി ഉയർന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം CV വർഗീസ് പറയുന്നത്, താൻ സ്നേഹബുദ്ധിയ കുട്ടികളെ ഉപദേശിച്ചു, അതായത് സമരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 2 വർഷം നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടും എന്ന് ഉപദേശിച്ചു എന്ന ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമുക്കറിയാം CPM-ന് ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. ആ വിദ്യാർത്ഥി സംഘടന എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് വ്യക്തമായി അറിയാം. അപ്പോൾ അത്തരത്തിൽ സമരം ചെയ്താൽ അത് ഭാവി നശിക്കുന്നതാണ് എന്ന് CV വർഗീസ് SFI-യിലെ പ്രവർത്തകരെ കൂടി ഉപദേശിക്കുമോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ക്രമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയോ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലോ വെച്ചല്ല ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത്. കുട്ടികൾ ആവശ്യപ്പെട്ടത് ഇപ്പോൾ പുതിയതായി ഒരു ഹോസ്റ്റൽ തയ്യാറാക്കി നൽകിയാൽ അവിടെ സർക്കാർ നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ നഴ്സിംഗ് കോളേജുകളിലെ ഹോസ്റ്റലിൽ ഈടാക്കുന്ന ഫീസ് മാത്രമേ ഈടാക്കാവൂ എന്നൊരു നിർദ്ദേശമാണ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ PTA മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് അംഗീകരിക്കാൻ CPM ജില്ലാ സെക്രട്ടറി തയ്യാറായിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും ഇടുക്കിയിലെ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പാർട്ടി ഓഫീസിൽ യോഗം വിളിച്ചു. അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പാർട്ടി ഓഫീസിൽ യോഗം വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ആക്ഷേപം ഉയർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ CV വർഗീസിന്റെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച യോഗമാണ്, അതിന്റെ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.